പ്രിയമുള്ളവരെ, വചനജ്വാല 1538 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 16 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഏശയ്യായുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവാക്യങ്ങളും 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളും ശ്രവിക്കുന്നു. ആദ്യമായി 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവാക്യങ്ങൾ. അന്ന് 7 സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി പറയും, ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. നിന്റെ നാമം കൊണ്ട് ഞങ്ങൾ വിളിക്കപ്പെട്ടാൽ മാത്രം മതി. ഞങ്ങളുടെ അപമാനം നീക്കിത്തരേണമേ. രക്ഷയുടെ വാഗ്ദാനം. അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവും ആയിരിക്കും. ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവും ആയിരിക്കും. സിയോനിൽ ജെറൂസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറൂസലേം നിവാസികൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും. ന്യായവിധിയുടെ തീക്കാറ്റയച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറൂസലേമിന്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ സിയോൻ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും. കർത്താവിന്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ 5-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്കുകൾ കൂടി ഇന്ന് നാം ശ്രവിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ മുന്തിരിത്തോപ്പ്. എന്റെ പ്രിയന് വേണ്ടി അവന് തന്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൻ മുകളിൽ എന്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിന്റെ മധ്യത്തിൽ അവനൊരു കാവൽ മാടം പണിതു. മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമായിരുന്നു. ജെറൂസലേം നിവാസികളെ, യൂദയായിൽ വസിക്കുന്നവരെ, എന്നെയും എന്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. എന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിന്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിന്റെ ചൂട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും.
സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി, നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു. ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം. ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി. അധാർമികർക്ക് ദുരിതം. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിന്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്യുന്നത് ഞാൻ കേട്ടു. അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും, മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ കിടക്കും. 10 ഏക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 ബത്ത് വീഞ്ഞും 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഫാ ധാന്യവും മാത്രം വിളവ് ലഭിക്കും. ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരയും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട്. എന്നാൽ അവർ കർത്താവിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സ്കോട്ട്ലൻഡിലെ വിശുദ്ധ മാർഗരറ്റ് രാജ്ഞിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 1046 ജനനം. കൊട്ടാരത്തിലാണ് വളർന്നതെങ്കിലും ലൗകിക സന്തോഷം വിഷമായിട്ടാണ് കണ്ടിരുന്നത്. ഭർത്താവ് മാൽക്കോം ഒരു പരുപരുത്ത മനുഷ്യനായിരുന്നു എങ്കിലും രാജ്ഞിയുടെ സംപ്രീതമായ പെരുമാറ്റം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. അവർക്ക് 8 മക്കളാണ് ഉണ്ടായിരുന്നത്. അവരെ അവർ ദൈവഭക്തിയിൽ തന്നെ വളർത്തി. നോമ്പുകാലത്തും ആഗമനകാലത്തും 300 ദരിദ്രരെ വിളിച്ച് രാജാവും രാജ്ഞിയും ഭക്ഷണം വിളമ്പിയിരുന്നു. എന്നും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 6 ദരിദ്രരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ധർമ്മം കൊടുത്തിരുന്നു. സ്വന്തം ആഹാരം വളരെ കുറച്ചാണ് കഴിച്ചിരുന്നത്. ഒരു യുദ്ധത്തിൽ വിജയിച്ച് അപ്രതീക്ഷിത സമയത്ത് രാജാവിനെ കുത്തിക്കൊന്നു. തുടർന്ന് നടന്ന യുദ്ധത്തിൽ മകനും കൊല്ലപ്പെട്ടു. തുടർന്ന് രോഗിയായി. വിശുദ്ധ മാർഗരറ്റ് രാജ്ഞിയും മരണത്തെ പുൽകി. പ്രിയമുള്ളവരെ, സ്കോട്ട്ലൻഡിന്റെ പവിഴം എന്നാണ് വിശുദ്ധ മാർഗരറ്റ് രാജ്ഞിയെ ആളുകൾ വിളിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ഇന്നു തന്നെയാണ് കന്യകയും മഹാവിശുദ്ധയുമായ വിശുദ്ധ ജത്രൂദിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. സഭയ്ക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ജത്രൂദിന്റെയും സ്കോട്ട്ലൻഡിന്റെ പവിഴമായ വിശുദ്ധ മാർഗരറ്റ് രാജ്ഞിയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.